വണ്ടി എടുത്തപ്പോൾ തൊട്ട് മാറണം മാറണം എന്ന് വിചാരിച്ചിരുന്ന ഒരു മുതലാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കാരണം ഇത് മാറേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഈ വിഷ്വൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. നന്നായി പോയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഞാനത് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത്രയും നാൾ കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ ഇത്രയും വർക്ക് എടുത്ത സ്ഥിതിക്ക് ഇനി ഇത് മാത്രം നമ്മൾ മാറാതിരിക്കുന്നത് ഒരു ശരിയല്ല. കാരണം വണ്ടിയുടെ ആ ഒരു ഫസ്റ്റ് ലുക്കിനെ തന്നെ ബാധിക്കുന്ന ഒരു ഘടകമാണ് ഹെഡ്ലൈറ്റ്. പിന്നെ ഇതിലിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് നമുക്ക് പുതിയ വാങ്ങിയ ഹെഡ്ലൈറ്റിലേക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ എന്തായാലും ഇത്രയും ഭംഗിയാക്കിയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഈ ഒരു സാധനം കൂടി ഒന്ന് സ്വിച്ച് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഐഡിയ. ഞാൻ ഇതിൻ്റെ തൊട്ടടുത്ത വേരിയൻറ്റിലേക്കാണ് കേട്ടോ അപ്ഗ്രേഡ് ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, എനിക്ക് ഈ ഒരു പാറ്റേണിലുള്ള ഹെഡ്ലൈറ്റാണ് കേട്ടോ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. നമ്മുടെ പഴയ ഹെഡ്ലൈറ്റിൽ ഈ സൈഡിലെ ബ്ലാക്ക് തീമിന് പകരം ഒരു 3 സിൽവർ ലൈനൊക്കെ ഉള്ളതായിരുന്നു. അതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ട് എനിക്കിത് തോന്നി. കാരണം പേഴ്സണലി ഇത് നമ്മളെ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാലും ഭംഗി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും പഴയ മോഡൽ ഹെഡ്ലൈറ്റും പുതിയ മോഡൽ ഹെഡ്ലൈറ്റും വെച്ചിട്ടുള്ള 2 വണ്ടീൻ്റെ ഫോട്ടോ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം. രണ്ടും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഏതായാലും നമുക്കിത് അടുത്ത ദിവസം തന്നെ നമ്മുടെ വണ്ടിയിൽ ഫിക്സ് ചെയ്തിട്ട് ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഹെഡ്ലൈറ്റ് മോഡൽ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.